ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനാവശ്യമായ പരിപ്പുവട ഇതുപോലെ ഞാൻ നന്നായിട്ട് കുതിർത്ത് വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുഞ്ഞതായി അരിഞ്ഞതും, ഒരു കുഞ്ഞ് വെളുത്തുള്ളിയുടെ അരിയും, ഒരു കുഞ്ഞ് പച്ചമുളകും, അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇത് ഈ രീതിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരച്ചതിലോട്ട് ഇടാം. അരച്ചു വെച്ചതിലോട്ട് നമുക്ക് അരയ്ക്കാതെ വെച്ചേക്കുന്ന പരിപ്പ് കുറച്ചിടാം കേട്ടോ. ഞാനൊരു 2 സ്പൂണോളം ഇടുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് വലിയ ഉള്ളിയാണ്. പിന്നെ ഒരു കുഞ്ഞ് മുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ എന്താ കുനുകുനാന്ന് അരിഞ്ഞ നമ്മുടെ കരിവേപ്പില ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുനുകുനാന്ന് ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് എണ്ണയും കൂടി ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പൊരിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് തീ കുറച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറയ്ക്കണം. ഒരു 3 വെച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അച്ഛൻ്റെ സ്കൂള് വിട്ട് വരാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ പരിപ്പുവട ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൊരിയട്ടെ. അടിപൊളിയായിട്ട് നമ്മുടെ പരിപ്പുവട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് മാറ്റാം. അങ്ങനെ ഓരോ പരിപ്പുവട അങ്ങനെ നമ്മുടെ ചൂട് പരിപ്പുവടയുടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ അച്ഛൻ്റെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല. അപ്പൊ എന്നോട് എപ്പോഴും ചോദിക്കും, അമ്മയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി വെച്ച് ഉണ്ടാക്കിക്കൂടെയെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. ദേവ് വരുമ്പോഴത്തേക്ക് ഇനി ചായ കൂടി വെച്ച് എല്ലാം റെഡി. ഇനി നമ്മൾ എങ്ങനെയുണ്ട്? സത്യം അമ്മ ഉണ്ടാക്കിയതല്ലോ. പിന്നെ അമ്മ ഉണ്ടാക്കിയത് തന്നെയാ. പിന്നെ ഇഷ്ടായ? അപ്പൊ നമ്മുടെ ബിരിയാണിന്ന് ഞങ്ങളുടെ പരിപ്പ് വട അടിപൊളിയായിട്ടുണ്ട് അച്ചുദേവും പറഞ്ഞതില്ല അച്ചു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.